നിങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. സാധാരണ നമ്മളൊരു വലിയ കമ്പനി അല്ലെങ്കിൽ ബിഗ് കോർപ്പറേറ്റ് കമ്പനികളിലെല്ലാം കൺസൾട്ടൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് IT ഒരു കൺസൾട്ടൻറ്റ്, അക്കൗണ്ട്സിന് ഒരു കൺസൾട്ടൻറ്റ്, അതല്ലെങ്കിൽ കമ്പനി ലോയർ എന്നൊക്കെ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ അവർ വളരെ സേഫാണ്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധാരണ ഒരു സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിൽ പറ്റുന്ന പ്രോബ്ലം എന്താ വെച്ചാൽ, ഓണേഴ്സ് എപ്പോഴും ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് either മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് സംഭവിക്കുന്ന പ്രോബ്ലം, നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് നടത്തുമ്പോൾ അന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെഷീനറീസ് ഉണ്ടാവും. സേ എക്സാമ്പിൾ ഒരു 1 crore അല്ലെങ്കിൽ സം ലാക്സ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ആ മെഷീനറിയിൽ എന്തെങ്കിലും നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിൽ ചിന്തിക്കാനായിട്ട്, നമുക്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ടീം നിങ്ങളുടെ കൂടെ വേണം. അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ടീം ഇല്ലെങ്കിൽ, ഹയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, യു ഹാവ് ടു കീപ്പ് അറ്റ്ലീസ്റ്റ് ഒരു കൺസൾട്ടൻറ്റ് പോലെയുള്ള ഒരു ഓട്ടോമേഷനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജി കൺസൾട്ടൻസിന് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അവർ ലോയൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇപ്പോൾ എക്സിസ്റ്റിങ്ങിലുള്ള മെഷീനറിയിൽ എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ ആ ലോസ് കുറയ്ക്കാൻ പറ്റുമോ, എനർജി കൂടുതൽ കറണ്ട് ബില്ല് വരുന്നുണ്ട്, അതിന് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ, ഇനി അതല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഹെഡേക്ക് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഹെഡേക്ക് നമുക്ക് ഈ ഓട്ടോമേഷനിലൂടെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാൻ പവർ കൊണ്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. പല കമ്പനികളിലും മാൻ പവർ ആയിരിക്കും ഇഷ്യൂ. അപ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാരെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെപ്പോഴും റിസർച്ച് ചെയ്യാനായിട്ട് ഒരു ടീം നിങ്ങളുടെ കൂടെ വേണം. അത് നിങ്ങൾ തന്നെ ആവണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ടീം ആവണമെന്ന് ഇല്ല. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്, അവരായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും പ്ലാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താണ്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാർക്കറ്റിങ്ങും അതുപോലെ ഓപ്പറേഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെയിൻ ഫങ്ഷൻ. സാധാരണഗതിയിൽ ഇത്തരം ഓണേഴ്സ്, അതായത് വലിയ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം ഇത് ചെയ്യുന്നുണ്ടെങ്കിലും സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിലുള്ള ഓണേഴ്സ് ഇത് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് ആൾക്കാർക്ക് പേ ചെയ്യാറില്ല പ്രോപ്പർലി. നമ്മൾ ഏറ്റവും ലോ കോസ്റ്റിലും ലോ മെയിൻ്റനൻസിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക. അതിന് പകരം നമ്മൾ ഹൈ ക്വാളിറ്റിയും നല്ല സർവീസും ചെയ്യുന്ന പ്രോഡക്റ്റും സർവീസും നമ്മൾ ചൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസും വരില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മെയിൻ്റനൻസ് വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ വരുമ്പോൾ എമർജൻസിയിൽ ഒരു പ്രോബ്ലത്തിന് പുറകെ ഓടേണ്ടതായിട്ട് വരില്ല. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൂടെ ആ കൺസൾട്ടൻറ്റ് നിങ്ങളെ സഹായിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കൺസൾട്ടൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കിക്കോളൂ.